ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പം ഞങ്ങളിന്ന് പുറത്ത് പാട്ടായിട്ടാണ് ഗൈസ് വന്നിരിക്കുന്നത്. അപ്പോൾ അതാണ്ട് ഗൈസ് ഞങ്ങളുടെ BMW ഇവിടെ വിൽക്കാനിട്ടിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്ക് എന്തായാലും പോവാം. ഞങ്ങൾക്ക് വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങണം. ഇവിടെ കാർ മാർക്കറ്റ് അല്ലല്ലോ, എവിടെയാണ് അത്? കണ്ടെയ്നർ. പാവപ്പെട്ട കണ്ടെയ്നറാണ് ഗൈസ്, വീടൊന്നുമില്ല. ഇത് പാവം നോക്ക്, കഷ്ടം. എനിക്ക് എത്ര രൂപ ഇന്ന് എത്ര പ്രോഫിറ്റ് ഉണ്ടെന്ന് നോക്കാം ഗീസ്. പ്രോഫിറ്റ് മതി എനിക്ക്, വേറെ ഒന്നും വേണ്ട. ഇടയ്ക്കിടെ ഇങ്ങോട്ട് ഡോറൊക്കെ അടയ്ക്ക്, ഞങ്ങൾക്ക് കിടന്ന് സുഖമായിട്ടങ്ങ് ഉറങ്ങാം. അയ്യേ 10,000 ഞങ്ങൾ ഭയങ്കര നഷ്ടമായിരുന്നു ഗീസ്. ഒരു വണ്ടി മേടിച്ചതാരും മേടിക്കുന്നതില്ല, നഷ്ടം. എനിക്ക് ഈ ദിവസം ഭയങ്കര കച്ചവടമായിരുന്നു. കച്ചവടം ഇല്ലായിരുന്നു, അതിങ്ങനെ നഷ്ടമായിരുന്നു ഗൈസ്. ഇന്നെങ്കിലും ചെന്ന് വണ്ടിയൊന്ന് വിൽക്കണം. പിന്നല്ല, ഞങ്ങൾക്ക് ഓഫീസിൽ തന്നെ പോവാം. വണ്ടി വിറ്റിട്ട് മതി ബാക്കി കാര്യങ്ങൾ. ഞങ്ങൾക്ക് ഭയങ്കര നഷ്ടമാണ്. ഇതൊന്നും റിയലി ഞങ്ങൾ പാവപ്പെട്ടവരായി ഗൈസ്, പിച്ചക്കാരായി ഗൈസ്. കട ഓപ്പൺ ചെയ്യട്ടെ. ഓപ്പൺ. ഇപ്പം ഞങ്ങൾക്ക് വേസ്റ്റൊക്കെ കളയാം. വേസ്റ്റ് കളഞ്ഞാലേ ആൾക്കാർ വരുമോ? അത് ശരിയാണല്ലോ. അതുകൊണ്ട് വേസ്റ്റ് എടുത്തപ്പോൾ തന്നെ ചേച്ചി വരുന്നത്. എത്ര രൂപയ്ക്ക് മേടിക്കും? കണ്ടാലേ അറിയാം നല്ല രൂപയ്ക്ക് മേടിക്കുമെന്ന്. അപ്പോൾ ഗെയ്സ് വന്നിരിക്കുവാണ് ഗെയ്സ്, ഞങ്ങൾ ആദ്യത്തെ കസ്റ്റമർ. ചേച്ചീനെ കണ്ടല്ലേ അറിയാം. ആ ബാക്കിൽ പോയി നിൽക്കുന്ന എന്തിന്? വണ്ടിയുടെ ഫ്രണ്ട് ലുക്കൊക്കെ കിടിലോ. എത്ര രൂപയെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കിടില വണ്ടിയാണ്. ഒരു 12,000 എങ്കിൽ ഒരു 10,000 എങ്കിലും. ദിസ് പ്രൈസ് ഫോർ മീ ജസ്റ്റ് മിനിറ്റ്. ദ പ്രൈസ് വർക്ക് ഫോർ മീ, ഐ വിൽ ടേക്ക് ഇറ്റ്. ഓക്കെ, അവരെ മേടിക്കാന്നാണ് പറയുന്നത്. പോയി നിങ്ങൾക്ക് അങ്ങനെ 12,000 കിട്ടിയിരിക്കുകയാണ്. 10,000 മേടിച്ച 12,000 വിറ്റാൽ നല്ല കാര്യം. ഞങ്ങൾക്ക് നേരെ പോവാം ഗീസ്. അപ്പം ഞങ്ങൾക്ക് വേണ്ടേ നാണ്ട ഗീസ്, ഞങ്ങൾക്ക് വേഗം തന്നെ ഇങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോ. കാർ മാർക്കറ്റിൽ പോയി കുറച്ച് വണ്ടി നോക്കാം. കാർ മാർക്കറ്റിൽ പോകാൻ എത്രയും പൈസയൊക്കെ മതി. 12,000 ഒരു കാർ കിട്ടണം. കാർ മാർക്കറ്റ് ഇതുകൊണ്ട് ഇന്ന് ഓഫായിരുന്നു. ശരി, ഇന്ന് കാർ മാർക്കറ്റ് ഇല്ല. വെറുതെ പൈസ കളഞ്ഞു. നെയ്ബർഹുഡിൽ പോവാം. വെറുതെ പൈസ കളയേണ്ട വല്ല ആവശ്യം ഉണ്ടാവും ഗേസ്. നെയ്ബർഹുഡിൽ എത്തിയിട്ടുണ്ട്. നല്ലൊരു വണ്ടിയോട് ഫ്രണ്ടിൽ കിടപ്പുണ്ട്. ഔഡി ചോദിച്ചു നോക്കാം. ഞാനെന്തായാലും മുമ്പേ ഒരു ലക്ഷറി കാർ എടുത്ത് BMW. ഔഡിയുടെ അടുത്താണ് കാര്യം. ഞാനിപ്പം മേടിക്കും. പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ മേടിക്കും. പൈസ ഉള്ളവർക്ക് എന്തോ ആവാലോ. 9,000 കൊള്ളായിരിക്കും. ചേച്ചി വേണോ? എനിക്ക് വേണമെന്നില്ല, ബൈ ബൈ. എനിക്ക് എൻ്റെ പൈസ കളയാൻ വലിയ താല്പര്യമൊന്നും ഇല്ലെന്ന്. ഞാൻ മറ്റേ വണ്ടി മേടിച്ച് മോഡിഫൈഡ് ചെയ്തപ്പോൾ നല്ല പൈസ, അതിന് നല്ല പണിയാണ്. കിടക്കുന്നത് ഒരു ഔഡിയല്ലേ. ചേട്ടനെ കണ്ടാലേ അറിയാം, ഒരു ബിസിനസ്മാൻ ലുക്കാണ്. ബിസിനസ്മാൻ അധികം പൈസയുടെ ആവശ്യമില്ലല്ലോ. ഇത് മറ്റേ മിസ്റ്റർ ബീൻ്റെ ലുക്ക്. മിസ്റ്റർ ബീൻ ചേട്ടാ പറ എത്ര രൂപയാണ്? വില കുറച്ചിടും. 7,000 പറ്റില്ല ചേട്ടാ, ഞാൻ പോവുക. എനിക്കിത് വേണം. ഇത് മോഡിഫൈഡ് ആണ് ഓൾറെഡി. അത് കൊള്ളാലോ. മോഡിഫൈഡ് വണ്ടി 7,000 വേണ്ട. ഈ അവിടെ മോഡിഫൈഡ് ആണോ? അല്ല, അത് മോഡിഫൈഡ് ആണ്. അടുത്തെത്തി വേണമായിരുന്നോ? ഇതിൽ ഈ വണ്ടി എനിക്ക് വേണമെന്നുണ്ട്. എന്നെ കാണാൻ നല്ല ലുക്കന്. 2 സെയിം വണ്ടി. എവിടെ വില കുറവുള്ള അവിടെ നിന്ന് മേടിക്കും. ഇപ്പം മേടിക്കും. ഇയാളൊന്നും ഇങ്ങനെ ഇരിക്കുന്നു. 18,000 പോയേ. എൻ്റെ കയ്യിൽ 12,000 ഉള്ളൂ. ഈ ചേച്ചിനെ കണ്ടാൽ അറിയാം. വില കുറച്ച് പറയും. പറ. അവിടെ ഒരു 10,000, 20,000. അപ്പോൾ ഇത് മേടിക്കുന്നതിനെക്കാട്ടി നല്ല അത് മേടിക്കുന്നതാണ് കേസ്. നിങ്ങൾ ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ അത് മേടിച്ചാൽ മതി. അതാണ് കേസ് കച്ചവടം. ഇവരുടെയൊക്കെ ബിസിനസ്സൊക്കെ
അവിടെ 18,000, ഇവിടെ കേട്ടോ. ഇവരുടെയൊക്കെ ബിസിനസ് നോക്ക്, ഞങ്ങൾക്ക് അതിന് നല്ല ഇതാവുന്നു. ഇത് കൊള്ളാമല്ലോ ചേച്ചി, വില കുറച്ച് പറഞ്ഞേ പറ്റൂ. ഇതേതോ പൊട്ട വണ്ടിയുണ്ട് ചേച്ചി. കസാരയിലിരിക്കുന്നതെന്ന് ഞാൻ മേടിക്കത്തില്ല. അവിടെ 7,000 കണ്ടിട്ട് മേടിക്കാതെ വന്നിട്ട് 9,000 മേടിക്കാൻ പോയ. എനിക്കൊന്ന് മുമ്പ് കളിയാക്കിയിട്ട് ചേട്ടനെ ഞാൻ മുമ്പ് പറഞ്ഞ ചേട്ടൻ്റെ അടുത്ത് നിന്ന് തന്നെ മേടിക്കണമെന്ന് തോന്നുന്നു. പക്ഷെ നാണക്കേട്. ഇതെല്ലാം നല്ലതാണ്. നല്ല വണ്ടിയൊന്നും എനിക്ക് വേണ്ട, എനിക്ക് പൈസ കുറച്ച വണ്ടിയാണ് അത്. സത്യത്തിൽ ഔഡിക്കൊക്കെ വില കുറവാണ്. ഔഡിയാണോ BMW ആണോ വില കുറഞ്ഞത്? BMW. അതെങ്ങനെ വരുമെന്ന് എൻ്റെ ഡൗട്ട്. ആ ഫ്രണ്ടിലൊരു വണ്ടി കിടപ്പുണ്ടല്ലോ, സേവിങ്. നമുക്കിങ്ങനെ പെതുക്കെ നടന്നു പോകും. ഇതൊക്കെ മറ്റേ കാശുകാരൻ്റെ വണ്ടി. ഇതൊന്നും ഞങ്ങൾക്ക് വേണ്ട, ഇതൊന്നും ഞങ്ങൾക്ക് തികയില്ല മക്കളെ. ഇതൊന്നും ഞങ്ങൾക്ക് തികയത്തില്ല. ഈ വണ്ടികളെ ഭയങ്കര വലിയ ആൾക്കാരിൻ്റെ വണ്ടി. ഇവിടെ മൊത്തം ആ വണ്ടി ഞങ്ങളുടെ പഴയ മറ്റേ വണ്ടികളൊക്കെ വില കുറഞ്ഞ താണ്ട കിടക്കുന്നു. എന്താ 7,000 മറ്റേ BMW ഓടിക്കുന്നതായിരിക്കും നല്ല. ചേട്ടനെ കണ്ടാലേ അറിയാം. ചേട്ടൻ ഈ വണ്ടി ഓടിക്കാൻ പറ്റില്ല, എനിക്ക് തന്നേരും, ഞാൻ പൊന്നുപോലെ നോക്കാം. 3,000. താങ്ക് യു. ഇപ്പം മേടിച്ചു. താങ്ക് യു ചേട്ടാ, ബൈ ബൈ. വില ചേട്ടനെ വണ്ടി മേടിച്ചത് നല്ലതാണ്. പക്ഷേ ഇതിനകത്ത് വല്ല റിപ്പയറിങ് ചെയ്യാൻ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കില്ല ചേട്ടനെ ഞാൻ അടിച്ചു കൊല്ലും. കാരണം മുമ്പ് 2,000 മേടിച്ച വണ്ടിയായി ഇപ്പോൾ 3,000 മേടിച്ച്. അപ്പം ഞങ്ങൾക്ക് വണ്ടി കയറാം, എടുത്തുകൊണ്ട് പോവാം. പൊട്ട വണ്ടി കിട്ടി. അനങ്ങുന്നില്ലേ? സ്റ്റാർട്ട് ചെയ്യാൻ മറന്നുപോയി. ഞങ്ങളുടെ ചെറുപോലോട്ട് കണ്ടു. ഇതൊക്കെ പണിയുള്ളതായിട്ട് തോന്നി. ചവിട്ടിയിട്ട് അനങ്ങുന്നില്ല അങ്ങോട്ട്. എൻ്റെ സൗണ്ട് ഇടില്ല. ഓശേ, അത് റിപ്പയറിങ്ങിൻ്റെ പൈസ ആവും. മുമ്പ് ആ ചേച്ചി വന്നാൽ നല്ല കാര്യം. ഞാൻ എന്തിനിപ്പോൾ കട ഓപ്പൺ ചെയ്തിട്ടിരിക്കുന്നതെന്ന് എൻ്റെ ഡൗട്ട്. മോണ്ടിയുടെ സൗണ്ട് കേൾക്കാം. ഞങ്ങൾക്ക് ആൾക്കാരെ അതിനകത്ത് പറ്റിക്കാൻ പറ്റുന്നു. ഓഫ് ചെയ്യാം, ഇറങ്ങാം, വണ്ടി വിൽക്കാൻ കൊണ്ട് ഒരു പ്രൈസ് നോക്കാം. നല്ല വണ്ടി നോക്കുക, ഗംഭീരം വണ്ടി. ഒരു 5,000 രൂപയ്ക്കെങ്കിലും വിൽക്കാം കേസ്, അല്ലെങ്കിൽ അതൊരു നഷ്ടം. അല്ല, 6,000 വിൽക്കാം. 6,000 വിൽക്കാം. അപ്പം 3,000 എക്സ്ട്രാ അത് കിടില്ലായിരിക്കും അല്ലേ? അത് കിടിലാക്കോ. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് നല്ല പൈസ കിട്ടും. 1,900 വിൻറ്റേജ് ആണെന്നുണ്ടെങ്കിൽ പൈസ കൂട്ടണം. 6,000 3,000 മേടിച്ച വേണ്ടി 6,000. അതാണ് ബിസിനസ്. അല്ലെങ്കിൽ വേണ്ട, ആൾക്കാരെ പറ്റിക്കാം. ഇതിനാര് 0 കിട്ടും? ഞാൻ ഇതാണ് കിടിലം. ഇതാണ് കേസ് ഏറ്റവും നല്ല ബിസിനസ്. ഇങ്ങനെ കൊണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ ചോദിക്കും, 5,000. പക്ഷേ മലയാളികൾ അങ്ങനല്ലല്ലോ. മലയാളികളാരും വരാതിരുന്നാൽ കൊള്ളാം കഴിച്ചു. ബിഗ് സെയിൽ ആൾക്കാർ ഓടി വന്നോളൂ. ബിഗ് സെയിൽ. വേസ്റ്റ് ഇവിടെ കിടന്ന് വേസ്റ്റോടെ പോയി. മുമ്പ് ഞാൻ എടുത്തിട്ടില്ല. ചേട്ടനെ കണ്ടറിയാം. ക്ലോസ് ചെയ്യട്ടെ. ചേട്ടനെ കണ്ടാലറിയാം. നല്ല ചേട്ടനാണ്, നല്ല പുള്ളിയാണ്. അങ്ങനെ ഒരു ഡാമേജും ഇല്ല. മണ്ടയിൽ ചെറുതായിട്ട് ഞാൻ 3,000 പറ്റില്ല ചേട്ടാ.
ഒരു 4000 എങ്കിലും മാക്സിമം വേണം. ഇത് മേടിച്ച പൈസക്ക് തന്നെ ഞാൻ വിൽക്കാൻ പോയില്ലേ നാണക്കേട്. വണ്ടിക്ക് ഡാമേജ് ഒന്നുമില്ല. മണ്ടയിൽ എങ്ങനെ ഡാമേജ് പറ്റി? മണ്ടയിൽ എങ്ങനെ ഡാമേജ് പറ്റി? എൻ്റെ സൺറൂഫൊക്കെ ഉണ്ട് ഈ മോനെ. അപ്പം നല്ല പൈസ തന്നെ തരണം. വരാന്നുള്ളവർ വരാം. ഇപ്പോൾ ഞങ്ങൾ ഡോറ് തുറന്നിട്ടാണ് ആൾക്കാർ വരുന്നത്. ഞങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ സൈഡിൽ ഇരിക്കാം. നെയ്ബർഹുഡിൽ നിൽക്കുന്ന പോലെ. ഹായ് ആരും വരൂ. നല്ല ഓഫറിന് വണ്ടിയുണ്ട്. ഓഫർ ബിഗ് സെയിൽ. ആരും വരുന്നില്ല. എല്ലാവരും വരൂ. ബിഗ് സെയിൽ ഓഫർ. ആരെയും കാണുന്നില്ലല്ലോ. ആരും വരുന്നില്ല. പാവപ്പെട്ടവനെ ഓർത്തി വിടണ്ടായിരുന്നു. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ ഇതുകൊണ്ട് നിർത്താൻ. കാണാൻ ആരും വരുന്നില്ല. വന്നു ഈ ചേച്ചിക്ക് വണ്ടികൾ കാണാമെന്ന് തോന്നുന്നു. ഈ ചേച്ചിയല്ലേ മുമ്പ് എൻ്റെ കയ്യിൽ നിന്ന് ഇതെടുത്ത BMW. എനിക്ക് വിൽക്കണമെന്നില്ല. വിൽക്കാം. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് തീരുകയാണെങ്കിൽ ബൈ.